ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് എൻ്റെ ഫ്രിഡ്ജ് ഓർഗനൈസേഷനാണ്. ഞാൻ ഈ വീക്കിലി ക്ലീൻ ചെയ്ത് അതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ ഫ്രിഡ്ജിൽ ഞാൻ ഓരോ തട്ടിലും ഓരോ ഷീറ്റ് ഞാൻ വിരിക്കലുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് വാഷ് ചെയ്യുക. നന്നായി നമ്മുടെ വാഷിംഗ് പൗഡറോ അല്ലെങ്കിൽ വാഷിംഗ് ലിക്വിഡോ ഉപയോഗിച്ച് നമ്മൾക്കിതൊന്ന് നന്നായി വാഷ് ചെയ്തെടുക്കാം. ഇത് ഓരോരുത്തർ പലതരത്തിലാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണിത്. ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാം. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എങ്കിലും എന്തെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത്രയും നല്ലതായിരിക്കുമല്ലോ. ഇതേപോലെ നമ്മളൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഫ്രിഡ്ജിലൊന്നും അങ്ങനെ അധികം കേടുകൂടാതെ വെക്കാം. നമുക്ക് ആ ഷീറ്റ് മാത്രം ഒന്ന് തുടക്കാനോ വാഷ് ചെയ്യാനെല്ലാം പറ്റും. ഇതേപോലത്തെ ഷീറ്റ് നമുക്ക് റോളായി തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ്. അതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ തട്ടിലും വിരിക്കാം. അപ്പോൾ ഞാൻ ഒന്ന് എല്ലാം വാഷ് ചെയ്ത് വെച്ച് അതിന് ശേഷം ഞാനൊരു ലിക്വിഡ് ഉപയോഗിച്ച് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ലിക്വിഡ് ഞാൻ മുമ്പ് ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിരുന്നു. ലിക്വിഡ് നമ്മൾ വാട്ടറും സിർക്കയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ലിക്വിഡാണിത്. അതൊന്ന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് എല്ലാ ഭാഗവും നന്നായി ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് തുടച്ചെടുക്കുക. ഇത് നമ്മുടെ പച്ചക്കറി ഇടുന്ന ആ ഒരു ട്രേ ആണിത്. അതിലേക്ക് ഞാൻ 2 ബോക്സ് വെക്കുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് അതിൽ വെക്കുന്നതിനെക്കാട്ടി നല്ലത് 2 ബോക്സ് ആക്കി അതിൽ സാധനങ്ങൾ വെക്കുന്നതായിരിക്കും നല്ലത്. ഈ ബോക്സിൽ ഞാനിതാ ഒരു ബോക്സിൽ തക്കാളിയും മറ്റു പച്ചക്കറിയും, വേറൊരു ബോക്സിൽ അതേപോലെ വേറെ വെണ്ടക്കയെല്ലാം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. ചെറിയ ചെറിയ ബോക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 or 3 ബോക്സ് തന്നെ ഈ വെജിറ്റബിൾ റാക്കിൽ വെക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച് ബാക്കി വരുന്ന മസാലപ്പൊടികൾ, അതായത് ഉലുവ, ജീരകം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച പൊടികൾ വേറെ ബോട്ടിൽ ഇട്ട് വെക്കാതെ തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു വലിയൊരു ബോക്സിൽ പാക്കറ്റോട് കൂടി തന്നെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ അത് സൂക്ഷിച്ച് വെക്കാം. അതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടുകയും ചെയ്യില്ല, നമുക്ക് എടുക്കാൻ എളുപ്പവുമായിരിക്കും. നമ്മളിപ്പോൾ ചെറിയ ചെറിയ ബോട്ടിലാണെങ്കിൽ അത് പേരൊക്കെ എഴുതി ഒട്ടിക്കേണ്ടി വരും, അല്ലെങ്കിൽ മാറിപ്പോൾ ഇപ്പോൾ ഗരം മസാലപ്പൊടിയും വേറെ എന്തെങ്കിലും ഒരു പൊടികളൊക്കെ അപ്പുറം മാറിപ്പോൾ. അപ്പോൾ ഞാൻ കടുക് വരെ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇതേപോലെ ഒന്ന് സെറ്റാക്കി ഒരു ബോക്സ് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. പിന്നെ ഞാൻ വേറൊരു ബോക്സ് എടുത്ത് നമ്മളുടെ ഡബ്ബകളിൽ വരുന്ന സാധനങ്ങൾ, അതായത് കസ്റ്റേർഡ് പൗഡർ, പിന്നെ ഞാൻ കാഷ്യൂസ്, കിസ്മിസ്, റൈസിൻസ്, ഇതെല്ലാം ഞാനിങ്ങനെ ചെറിയ ചെറിയ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് വെക്കാറ്. എന്നാലും നമുക്ക് എത്ര നാൾ വേണമെങ്കിലും വെക്കാം, കേടുകൂടാതെ തന്നെ അതുണ്ടാവും. അതൊക്കെ ഒന്ന് നന്നായി തുടച്ച് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ഇതേപോലെ നമ്മളൊരു ബോക്സ്, അതേപോലെ വേറൊരു ബോക്സ് എടുത്ത് അതിലേക്ക് നമ്മൾ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഈത്തപ്പഴം, പാക്കറ്റിൽ നിന്ന് കവറിൽ നിന്ന് പൊളിച്ച് വെച്ച് ഈത്തപ്പഴം ഞാൻ ഇതേപോലെ ഒരു ബോക്സിലിട്ട് വെച്ച്, അതേപോലെ ഇത് എൻ്റെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ, അതിൻ്റെ ബാക്കി വരുന്ന ചോക്ലേറ്റ്, കുക്കിംഗ് ചോക്ലേറ്റ്, അതേപോലെ ക്രീം, വിപ്പിംഗ് ക്രീം, അങ്ങനെ എല്ലാം അതിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഒരു ബോക്സിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഈ ബോക്സ് മാത്രം എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ബാക്കി വരുന്ന ബട്ടർ, നമ്മൾ പുഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വേഫേഴ്സ്, ഇതൊക്കെ ഇങ്ങനെ ഒരു ബോക്സിൽ തന്നെ വെച്ച് അടച്ച് വെച്ച് നമുക്ക് കുറേ കാലം തന്നെ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ആവശ്യത്തിന് നമുക്ക് ഈ ബോക്സ് പുറത്ത് വെച്ച് നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാം. ഇത് സെപ്പറേറ്റ് വെക്കുമ്പോൾ നമ്മൾ എവിടെ വെച്ചെന്നൊക്കെ നോക്കി അത് ബുദ്ധിമുട്ടുണ്ട് വരും. ഇങ്ങനെ നമ്മൾ ഈ ഒരു കേക്കോ പുഡിങ്ങോ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ ഒരു ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ ആ ബോക്സ് മാത്രമേ നമുക്ക് പുറത്തെടുക്കേണ്ടതുള്ളൂ. നന്നായി അടച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അതേപോലെ വേറൊരു അതിൻ്റെ ചെറിയ സൈസുള്ള ബോക്സ് എടുത്ത് അതിൽ നമ്മൾ ഈസ്റ്റ്, മയോണൈസ്, അതേപോലെ ചീസ്,
പിന്നെ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 2-3 ബോട്ടിൽ ഇതേപോലെ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്ത് വെച്ച് ഒരു കുപ്പി മാത്രം പുറത്ത് വെച്ച് ബാക്കി വരുന്ന കുപ്പികൾ ഇതേപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. എന്നാൽ കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കുക. പിന്നെ ഇതൊരു ട്രേ ആണ്, ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. അതിൽ ഞങ്ങൾ വെളുത്തുള്ളി അല്ലെങ്കിൽ പച്ചമുളക്, ഇഞ്ചി ഇങ്ങനെ ഇതൊക്കെ ഇട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഇത് നമ്മൾക്ക് ഇങ്ങനെ ഈ ഒരു റാക്കിൽ തന്നെ ഇതൊന്ന് അവിടെ വെച്ച് കൊടുത്തതിനാൽ ഇത് സ്പേസ് നഷ്ടാവില്ല, ബാക്കി സ്പേസ് നമുക്ക് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ ഒഴിഞ്ഞെടുക്കുന്ന ആ ഒരു സ്പേസിലാണ് നമ്മൾ ബാക്കി വരുന്ന ഫുഡൊക്കെ ബോക്സിലാക്കി വെക്കുക. ഇതേപോലെ കറിവേപ്പില തണ്ടിൽ നിന്ന് ഇലകൾ മാത്രം മാറ്റിയെടുത്ത് ഇതേപോലെ ഒരു ബോക്സിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കേടുകൂടാതെ സൂക്ഷിക്കുക. ബാക്കി വരുന്ന തേങ്ങ ഇതൊക്കെ ഈ ട്രേയിൽ വെച്ച് വെക്കുക. അതേപോലെ നമുക്ക് ചോറ്, ബാക്കി വരുന്ന ചോറ് വെള്ളം ഒഴിച്ച് വേണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. വെറും ചോറ് മാത്രമാണെങ്കിൽ അത്ര കൂടുതൽ കാലം നിൽക്കില്ല. ഇതേപോലെ ബോക്സിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ദോശക്കൊക്കെ എടുക്കാൻ എളുപ്പത്തിൽ കഴിയും. ഇനിയിപ്പോൾ ഡോറാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഡോറിലുള്ള ഓരോ റാക്കത്തെ സാധനങ്ങളും പുറത്തെടുത്ത് അതിൻ്റെ ട്രേ ഒക്കെ ബേസിൽ വെച്ച് അത് നന്നായി ഇതേപോലെ സോപ്പ് ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായി വാഷ് ചെയ്തെടുക്കുക. ഇതേപോലെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ലിക്വിഡ് ഉപയോഗിച്ച് നന്നായി സ്പ്രേ ചെയ്ത് അത് നന്നായി തുടച്ചെടുക്കുക. നമ്മളിപ്പോൾ മണക്കുന്ന എന്തെങ്കിലും ഇട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ മണം ഫുഡിലെല്ലാം ഉണ്ടാവും. അതേപോലെ ആ കഴുകി വെച്ചിരിക്കുന്ന ആ ഒരു റാക്കെല്ലാം ഞാനിവിടെ നന്നായി തുടച്ച് വെക്കുന്നുണ്ട്. എല്ലാം സെറ്റായതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് സാധനങ്ങൾ മാറ്റി വെക്കുക. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വരുന്ന പാവ് ബജി മസാല, അങ്ങനെ വരുന്ന കുറച്ച് മസാലപ്പൊടികൾ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതല്ല, എപ്പോഴെങ്കിലും മാത്രം ഉപയോഗിക്കുന്നതാണ്. ചണ മസാല, കപ്സ മസാല അങ്ങനെ വരുന്ന ഇതൊക്കെ ഞാനിങ്ങനെ ഈ ഡോറിൻ്റെ റാക്കിലാണ് വെക്കാറ്. ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ചെറിയ ഡബ്ബകളിലാക്കി പുറത്ത് വെക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതാണ്. അതേപോലെ എസൻസുകൾ, ഇപ്പോൾ നമ്മൾ എസൻസ് ഇതേപോലെ ഒരു ചെറിയൊരു ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കൊന്നും അങ്ങനെ സ്പ്രെഡ് ആവില്ല. ചെറിയ കുപ്പിൻ്റെ ഇതായതുകൊണ്ട് അത് പുറത്ത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ചെറിയൊരു ബോക്സിലാക്കി വെക്കുന്നതാണ് നല്ലത്. ബാക്കി വരുന്ന ബ്രെഡെല്ലാം നമ്മളിങ്ങനെ ഡോറിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചോക്ലേറ്റ് സോസ്, ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സോസെല്ലാമാണിത്. ചോക്ലേറ്റ് സ്പ്രെഡ് ഇതൊക്കെ നമുക്ക് താഴത്തെ തട്ടിൽ സൂക്ഷിച്ച് വെക്കാം. ഇത് ഞാൻ എള്ളാണിത്. അത് ഒരു ചെറിയൊരു ബോക്സിൽ ഞാൻ ഉപയോഗിച്ച ബാക്കിയാണ് ഒരു ബോക്സിലിട്ട് വെക്കാം. അത് പെട്ടെന്ന് അല്ലെങ്കിൽ എല്ലായിടത്തും അത് വിതറി ഫ്രിഡ്ജ് ആകെ ഒരു അലങ്കോലമാവും. അപ്പോൾ ഏകദേശം ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാനിത് ഉപയോഗിക്കാത്ത ഈത്തപ്പഴമാണ് ആ ഫ്രീസറിൻ്റെ നേരെ താഴത്തിൽ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അതേപോലെ ഫ്രിഡ്ജ് തുറന്ന് കാണുമ്പോൾ തന്നെ ഒരു നീറ്റായിട്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജ് കാണും. പിന്നെ നമുക്ക് ബാക്കി വരുന്ന ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബോക്സിൽ തന്നെ ആക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിൽ ഞാൻ പഴമാണ് സൂക്ഷിച്ചിട്ട്, പഴം അല്ലെങ്കിൽ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും ഈ ഒരു ഡ്രോയറിലാണ് വെക്കാറ്. എനിക്ക് വീക്കിലി ഒരു ദിവസം നമ്മളിങ്ങനെ ഒരു ദിവസം എല്ലാ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനും അതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കപ്പം ഫ്രിഡ്ജ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ടാകും. അതുമാത്രമല്ല നമുക്ക് ഫ്രിഡ്ജ് തുറന്ന് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവുക. സാധനങ്ങളൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് തന്നെ വെക്കാനും ഇതൊക്കെ ഇതിന് സഹായിക്കും.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഇത് ഫ്രീസറാണ്. ഫ്രീസറിൽ ഇപ്പോൾ ഞാൻ ചിക്കനാണ് ഒരു ബോക്സിലിട്ട് വെച്ചത്. ഇതുപോലെ ഒരു ബോക്സിൽ തന്നെ നമ്മൾ ഇട്ട് വെക്കുക. എങ്കിൽ നമുക്ക് അതിൻ്റെ ബ്ലഡൊന്നും അധികം അങ്ങനെ ഫ്രീസറിൽ സ്പ്രെഡ് ചെയ്ത് മോശമാവില്ല. ഇത് ചീസാണ്. ചീസ് ഞാൻ അതിൻ്റെ ഡോറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുക. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, എങ്കിലും പറ്റുന്നവർക്കൊക്കെ ചെയ്യുക. ഇതിനുള്ള അഭിപ്രായം എനിക്ക് അറിയിക്കുക, കമൻറ്റ്സ് ബോക്സിലിടുക. വീണ്ടും ഞാൻ വേറൊരു വ്ളോഗുമായിട്ട് വിടും. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും എൻ്റെ ചാനൽ കാണണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ പിന്നെയും വരും. ഓക്കെ, ബൈ.